Praise the Lord. പരിശുദ്ധ മാതാവിനോടുള്ള സ്നേഹം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഏറെ വർദ്ധിപ്പിച്ച ദിനങ്ങളാണിത് എന്നത് സംശയരഹിതമായ കാര്യമാണ്. മാതാവിനോടുള്ള സ്നേഹം ശരിയായി പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് തിരുസഭാ മാതാവ് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അവയെപ്പറ്റിയാണ് നാം ഇപ്പോൾ വിചിന്തനം നടത്തുന്നത്. ഒന്നാമത്തേത് കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ ജപമാലയാണ്. ഈ പ്രാർത്ഥന കുഞ്ഞുനാൾ മുതൽ നമ്മൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും വിശുദ്ധ ഫ്രാൻസിസ് ഡി സൈൽസ് താക്കീത് ചെയ്യുന്നുണ്ട്, ജപമാല അർപ്പിക്കേണ്ട വിധത്തിൽ അർപ്പിച്ചില്ലെങ്കിൽ ഫലമണിയുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്നും അനുഷ്ഠിക്കുന്ന ഒരു ഭക്തകൃത്യമാണെങ്കിലും അതെങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്ന് സഭ കൃത്യമായി പഠിപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞിരുന്നേ തീരൂ. ഒരു മരുന്ന് എത്ര ഫലദായകമാണെങ്കിലും അത് ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ കഴിച്ചാൽ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും. മറിച്ചായാൽ ഫലം കിട്ടുകയെന്ന് മാത്രമല്ല ഉപദ്രവം ഉണ്ടായെന്നും വരും. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന എനിക്ക് പരിചയമുള്ളതാണ്, ഞാൻ ചൊല്ലുന്നതാണ് എന്നുള്ളതായ ഒരു ലാഘവ ബുദ്ധിയോടെ എന്നെ കാണരുത്. ജപമാലയെപ്പറ്റി പരിശുദ്ധാത്മാവ് സഭ വഴി നൽകുന്ന പഠനങ്ങൾ നമ്മൾ ശരിയായിട്ട് വീണ്ടും വീണ്ടും പഠിക്കണം. ജപമാലയ്ക്കെതിരായി ചിലർ ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഒരു വിശ്വാസി ദൈവകേന്ദ്രീകൃതമായിട്ടല്ലേ ജീവിക്കേണ്ടത്, അവൻ പ്രാർത്ഥിക്കേണ്ടത് ദൈവകേന്ദ്രീകൃതമായിട്ടല്ലേ, എന്തിന് മറിയം കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കണം? എന്നിട്ട് അവർ പറയും ജപമാല ഒരു മരിയൻ പ്രാർത്ഥനയാണ്. ഇതിന് വിശുദ്ധ ജോൺ പോൾ പാപ്പ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: റൊസാരിയം വെർജിനിസ് മരിയ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നത് ജപമാല ഒരു മരിയൻ പ്രാർത്ഥനയുടെ പരിവേഷമുണ്ടെങ്കിലും അത് സത്താപരമായി ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. ഇസെൻഷ്യലി റോസറി ഈസ് എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് പ്രയർ. അത് അദ്ദേഹം സ്ഥാപിക്കുന്ന ഇപ്രകാരമാണ്: ജപമാലയുടെ നട്ടെല്ല് അല്ലെ ഹൃദയം എന്ന് പറയുന്നത് രക്ഷാകര സംഭവങ്ങളുടെ ധ്യാനമാണ്. പോൾ ആറാമൻ മാർപ്പാപ്പ അത് വിവരിക്കുന്നത് ജപമാല സുവിശേഷ സംഗ്രഹം എന്നാണ്. ദ സമ്മറി ഓഫ് ദ എൻറ്റയർ ഗോസ്പൽ. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണല്ലോ മനുഷ്യകുലത്തെ വീണ്ടെടുത്തത്. ആ സംഭവങ്ങളെല്ലാം കൂടി 20 സംഭവങ്ങളിലായി കോർത്തിണക്കിയ മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല. ആദ്യത്തെ 18 സംഭവങ്ങൾ യേശുക്രിസ്തുവിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ 2 സംഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ഫലങ്ങൾ പരിശുദ്ധ മറിയത്തിൽ എത്രമാത്രം ഫലമുളവാക്കി. ഏതാണ് ഫലം? സ്വർഗാരോപണവും സ്വർഗീയ മഹിമ ധരിക്കലും. മറിയത്തിൻ്റെ സ്വർഗാരോപണവും സ്വർഗീയ മഹിമ ധരിക്കലും
ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യങ്ങളുടെ ഫലം ചൂടലാണ്. അങ്ങനെയാണെങ്കിൽ ഒരർത്ഥത്തിൽ ഇങ്ങനെ പറയാം, 20 ദിവ്യരഹസ്യങ്ങളും ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ജപമാലയ്ക്ക് ഒരു മരിയൻ പരിവേഷമുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അത് സാരാംശപരമായി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അത് ബിബ്ലിക്കൽ പ്രയറാണ്, ബൈബിൾ അധിഷ്ഠിത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ജപമാല ചൊല്ലാതിരിക്കാൻ അത് ബൈബിൾ അധിഷ്ഠിതമല്ല എന്ന് ന്യായം പറയുന്നവർ അജ്ഞതയുടെ അന്ധകാരത്തിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പം നമ്മളും ഇതേപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കണം. ജപമാല മറിയത്തെ പറ്റിയുള്ള പ്രാർത്ഥനയല്ല, അത് യേശുവിനെ കേന്ദ്രമാക്കിയുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ യേശു എപ്പോഴും മറിയത്തോടൊപ്പമാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ദൈവപുത്രന്റെ ജനനം മുതൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആദ്യത്തെ അടയാളം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ അടയാളം, പിന്നീട് അപ്പസ്തോലന്മാരുടെ നേതൃത്വമുള്ള സഭയുടെ രൂപീകരണം എന്ന് വേണ്ട ക്രിസ്തുവിൻ്റെ എല്ലാ രക്ഷാകര പ്രവൃത്തികളിലും മറിയം തന്നെയാണ് പ്രസിഡന്റ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ബിബ്ലിക്കൽ പ്രാർത്ഥനയല്ല. എന്തായാലും അങ്ങനെ ഒരു ബൈബിൾ ഇല്ല. മറിയത്തെ ഒഴിവാക്കിയൊരു ബൈബിൾ ഇല്ല. ബൈബിളിന്റെ ഇതിവൃത്തം ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് തന്നെയാണ് മറിയം നിൽക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ക്രിസ്റ്റോസെൻട്രിക് ആൻഡ് എ മേറിയൻ പ്രയർ. അത് ക്രിസ്തു കേന്ദ്രീകൃതവും ഒപ്പം മറിയത്തിൻ്റെ മാധ്യസ്ഥം വഹിക്കുന്നതുമായ പ്രാർത്ഥനയാണ്. ഇനി ഈ ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമാകുന്നതിന് പറഞ്ഞ ഒന്നാമത്തെ കാരണം എന്താണ്? ജപമാലയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ക്രിസ്തു സംഭവങ്ങളുടെ ധ്യാനം ആണെന്ന് നമ്മൾ പറയും. ഇതേപ്പറ്റി പിന്നീട് അല്പം കൂടെ വിശദീകരിക്കാം. അത് മാത്രമല്ല, ജപമാല ഉരുവിടുന്ന ഓരോ പ്രാർത്ഥനകളും ബൈബിൾ അധിഷ്ഠിതമാണ്. ഉദാഹരണം, നന്മ നിറഞ്ഞ മറിയമേ. വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ മരിയ ഭക്തി എന്ന അപ്പസ്തോലിക തിരുവെഴുത്തിന് 46-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുകയാണ്: ഓരോ നന്മ നിറഞ്ഞ മറിയവും ഒരു ക്രിസ്തു സ്തുതിയാണ്. ലുത്തനിയ പോലെ 10 പ്രാവശ്യം ഒരു ദിവ്യരഹസ്യത്തിൽ ക്രിസ്തു സ്തുതി നമ്മൾ നടത്തുകയാണ്. ഒന്ന് ചൊല്ലി നോക്കി അറിയാം അല്ലേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ബ്ലസ്സഡ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദൈ വൂംബ് ജീസസ്. അപ്പൊ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തുടങ്ങുന്നത് മറിയത്തെ സ്തുതിച്ചുകൊണ്ടാണെങ്കിലും ആ പ്രാർത്ഥന അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുന്നത് യേശുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുകയാണ്, ഹെയിൽ മേരി ഈസ് ആക്ച്വലി എ ക്രിസ്റ്റോസെൻട്രിക് പ്രയർ. നന്മ നിറഞ്ഞ മറിയമേ വാസ്തവത്തിൽ ഒരു ക്രിസ്തു സ്തുതി പ്രാർത്ഥനയാണ്, ക്രിസ്തുവിനെ പുകഴ്ത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു ജപമാല നമ്മൾ 5 രഹസ്യങ്ങൾ ജപമാല നന്നായി ചൊല്ലി പൂർത്തിയാക്കുകയാണെങ്കിൽ 50 പ്രാവശ്യമെങ്കിലും നമ്മൾ യേശുവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് യു ജീസസ്, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രണ്ടാമത്തെ കാര്യം, ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യം, ജപമാല മറിയത്തിൻ്റെ അനിതര സാധാരണമായ മധ്യസ്ഥ ശക്തിയിൽ ആശ്രയിക്കുന്ന വിനീതന്റെ പ്രാർത്ഥനയാണ്. ദൈവത്തോട് നേരിട്ട് ഞാൻ ഇടപെട്ടുകൊള്ളാം എന്ന് പറയുന്ന അഹങ്കാരിയാണ്. പരമപരിശുദ്ധനായ ദൈവത്തിന് മാലാഖമാരെ പോലും ദൈവത്തിന് തൃപ്തിയാകുന്നില്ലെന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് എളിമയുള്ളൊരു മനുഷ്യൻ നേരിട്ട് ദൈവത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയില്ല.
പരിശുദ്ധ മറിയ വഴിയെ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാ വിശുദ്ധരെ നോക്കിക്കോ, സകല വിശുദ്ധരും മറിയത്തിലൂടെ ദൈവത്തെ സമീപിച്ചവരാണ്. നമ്മളെക്കാളൊക്കെ എത്രയോ വിശുദ്ധിയിൽ മുൻപന്തിയിൽ നിന്നവരാണ് വിശുദ്ധർ. പക്ഷെ അവർ മറിയത്തിലൂടെ ദൈവത്തെ സമീപിക്കാൻ മാത്രം യാഥാർത്ഥ്യബോധമുള്ളവരായിരുന്നു. വിശുദ്ധ ജോൺ പാപ്പ ഇപ്രകാരം പറയുകയാണ്: ദൈവമാതാവിനോടുള്ള നിർബന്ധപൂർവമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം അവളുടെ മാതൃസഹജമായ മാധ്യസ്ഥത്തിന് തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്ന് സർവ്വതും നേടിത്തരാനാകും. ഇത് അപ്പസ്തോലിക തിരുവെഴുത്തിലെ പ്രബോധനമായതുകൊണ്ട് ആധികാരികമാണ്. റൊസാരിയും വെർജിനിസ് മരിയ എന്ന തിരുവെഴുത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ദൈവമാതാവിനോടുള്ള നിർബന്ധപൂർവമായ മധ്യസ്ഥതയുടെ പ്രാർത്ഥന അടിസ്ഥാനം അവളുടെ മാതൃസഹജമായ മധ്യസ്ഥത്തിന് തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്ന് സർവ്വതും നേടിത്തരാനാകും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചേർക്കുകയാണ്: വരപ്രസാദം വഴി അവൾ സർവശക്തയാണ്. ഇൻ ദ ഓർഡർ ഓഫ് ഗ്രേസ് ഷീ ഈസ് ഓൾമൈറ്റി. നമ്മൾ വിസ്മയിപ്പിക്കുന്ന പ്രബോധനമാണ്. ദൈവത്തെയാണ് സർവശക്തി എന്ന് വിളിക്കുന്നത്. പക്ഷെ മാർപ്പാപ്പ എടുത്തു പറയുകയാണ്, ഇൻ ദ ഓർഡർ ഓഫ് ഗ്രേസ്, പ്രസാദപരത്തിൻ്റെ ലെവലിൽ പറയുകയാണെങ്കിൽ അവൾ സർവശക്ത തന്നെയാണ്. ദൈവം അവൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. അതുകൊണ്ട് ജപമാല പ്രാർത്ഥനയുടെ ഫലദായകത്വത്തിന് കാരണം അത് ക്രിസ്തീകേന്ദ്രീകൃതമാണെന്ന് മാത്രമല്ല, മറിച്ച് പരപ്രസാദം വഴി സർവശക്തയായ മറിയത്തിൻ്റെ ഇടപെടലിലൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇങ്ങനെ പറഞ്ഞത്: ദിനം പ്രതി ജപമാല ചൊല്ലുന്നയാൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് അന്ത്യകാല വിശുദ്ധരിൽ പ്രമുഖനാണ്. അദ്ദേഹം പറയുകയാണ്: ദിനം പ്രതി ജപമാല ചൊല്ലുന്നയാൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. അദ്ദേഹം തുടർന്ന് പറയുകയാണ്: നീ മരണദിനം വരെ പ്രതിദിനം വിശ്വസ്തയോടെ ജപമാല അർപ്പിച്ചാൽ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, നിന്റെ പാപാധിക്യം മറികടന്ന് ദൈവം നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം തരും. ഇപ്പോൾ നീ നിത്യനാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണെങ്കിലും, ഇപ്പോൾ നിന്റെ ഒരു പാദം നരകത്തിൽ ആണെങ്കിലും, ഇപ്പോൾ നീ നിന്റെ ആത്മാവിനെ പിശാചിനെ വിറ്റ് കഴിഞ്ഞെങ്കിൽ പോലും നീ ജപമാല പ്രതിദിനം അർപ്പിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. എന്തൊരു ഉറപ്പോടെയാണ് ഈ മഹാവിശുദ്ധൻ ഇത് പഠിപ്പിക്കുന്നത്. കാരണം ഇത് ക്രിസ്തു കേന്ദ്രീകൃതവും പരിശുദ്ധ മറിയത്തിൻ്റെ സർവശക്തമായ മധ്യസ്ഥത വഴിയുമുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പൂർവികർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? അന്ന് ബൈബിൾ വായനയൊന്നുമില്ല, ബൈബിൾ ഇല്ലല്ലോ വായിക്കാനായിട്ട്. പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞാൽ കൊന്തയില്ല എന്നർത്ഥം. പ്രാർത്ഥന എന്ന വാക്കിന് പോലും കൊന്ത എന്ന അർത്ഥം വന്നുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കോഷനുണ്ട്. ഈ ജപമാല ഇത്രയും ശക്തമാണെന്ന് പറഞ്ഞാലും ഒരു കോഷനുണ്ട്. ഒരു എന്നാ പറഞ്ഞ മലയാളത്തിൽ കോഷന് ഒരു ജാഗ്രത പാലിക്കണം. അത് പോളാറാമൻ, വിശുദ്ധ പോളാറാമൻ്റെ വാക്കുകളാണ്. ഇച്ചിരി കട്ടികൂടിപ്പോയെന്ന് തോന്നിപ്പോകും നമുക്ക്. വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ മരിയാലിസ് കൊൾത്തൂസ് എന്ന് പറയുന്ന തിരുവെഴുത്തി പറയുകയാണ്: ദിവ്യരഹസ്യങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കാതെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നീ ആവർത്തിച്ചുരുവിട്ടാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാണത്. ആത്മാവില്ലാത്ത ശരീരം ജീർണിച്ചതാ, മണക്കും. ഓ, എൻ്റെ പേരെന്നതാ? പലപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ചൊട്ടാന്നങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ.
പരിശുദ്ധ പിതാവ് ഒരു തിരുവെഴുത്തിലൂടെ മുന്നറിയിപ്പ് തരികയാണ്. അതിങ്ങനെയാണ്: ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്ന് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാ. ശരീരം പോലെ എന്നല്ല, ശരീരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെ എന്ന് ഞാൻ തെറ്റ് പറഞ്ഞു പോയത്, ക്ഷമിക്കണം എന്നോട്. പോലെ എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല, ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരമാണ്. ഇതിൻ്റെ ഉരുവിടൽ, ഏതിൻ്റെ ഉരുവിടൽ? ജപമാലയിലെ പ്രാർത്ഥനകളുടെ ഉരുവിടൽ യാന്ത്രികമായ പ്രാർത്ഥനയുടെ ആവർത്തനമായി പോകും. അപ്പോൾ ജപമാല കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ മതി കയ്യിലോട്ട്. ജപമാല ചെല്ലാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, സന്തോഷരഹസ്യമാണെങ്കിൽ അല്ലെങ്കിൽ ദുഃഖരഹസ്യമായ ഏത് രഹസ്യമാകട്ടെ, ആ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് തന്നെ ജപമാല ചൊല്ലണം, അല്ലെങ്കിൽ ചൊല്ലണ്ട. പ്രൈസ് ദി ലോർഡ്. കാരണം അങ്ങനെയാണ് ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം. ഇത് പറയാൻ കാരണം എന്നറിയാമോ? ലോകത്തിൻ്റെ രക്ഷ സാധിച്ചത് എങ്ങനെയാ? ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തികളിലൂടെയാണ്. മനുഷ്യാവതാരം, അവിടുത്തെ ജനനം, ജീവിതം, ശുശ്രൂഷ, പീഡാസഹനം, മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, ഇതിൻ്റെ എല്ലാം ഫലമായി പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് അയച്ചത്. ഈ സംഭവങ്ങളാണ് ലോകത്തെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയാൽ, പ്രാർത്ഥന ഭംഗിയായി ചൊല്ലി എന്നുള്ളൊരു അന്ധമായ അടിസ്ഥാനമായ സമാധാനം നിനക്കുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തൃപ്തി. ഞാൻ 5 കൊന്ത ചൊല്ലി, ഞാൻ 10 കൊന്ത ചൊല്ലി, ഞാൻ 18 ചൊല്ലി, 23 ചൊല്ലി, 46 ചൊല്ലി, ഒരു ഫലവുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലണമെങ്കിൽ കൃപ വേണം. ഇപ്പൊ തത്തമ്മേനെ കൊണ്ട് ജപമാലിരിക്കാം, തത്തമ്മ പറഞ്ഞു കൊടുത്താൽ മതി. നമ്മളെക്കാൾ സ്ഫുടമായി ചൊല്ലും വേണമെങ്കിൽ. ഐ പ്രാക്ടീസ്. ദൈവകൃപ ലഭിച്ചവർക്ക് ജപമാല ധ്യാനാത്മകമായി ചൊല്ലാൻ സാധിക്കും. ധ്യാനാത്മകമായി ജപമാല ചൊല്ലുന്നത് മറിയത്തെ അനുകരിക്കലാണ്. ലൂക്കാ 2:19 എന്താ എഴുതപ്പെട്ടിരിക്കുന്നത്? ഇക്കാര്യങ്ങൾ, ഏത് കാര്യങ്ങൾ? നാട്ടുവിശേഷമാണോ? അല്ല, രക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ. ദൈവം മാലാഹ വഴിയായി വെളിപ്പെടുത്തിയ ദിവ്യരഹസ്യങ്ങൾ. ഈ കാര്യങ്ങൾ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു എന്നല്ല, ചിന്തിച്ചുകൊണ്ടിരുന്നു. She kept on reflecting on the mysteries of redemption. രക്ഷയെ സംബന്ധിച്ച ആ കാര്യങ്ങൾ അവളുടെ ജീവിതത്തെ ഗ്രസിച്ചു കളഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാനും ആലോചിക്കാനും സാധ്യമാകാത്തവണ്ണം അത് അവളുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ജപമാല ചൊല്ലുകയല്ല വേണ്ടത്, ജപമാല ജീവിക്കുകയാണ് വേണ്ടത്. യേശുക്രിസ്തുവാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ജീവിത സംഭവങ്ങൾ ആ വ്യക്തിയെ രാവും പകലും ഗ്രസിക്കണം. അങ്ങനെ ജപമാല ചൊല്ലിയാൽ നമ്മൾ ക്രിസ്തുവിന് അനുരൂപരായി തീരുക തന്നെ ചെയ്യും. അതാണ് വിശുദ്ധ പാദ്രി പിയോ പുണ്യവാൻ പറയുമായിരുന്നു. യൂറോപ്പിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയൊരു വിശുദ്ധൻ. അദ്ദേഹം, നമുക്കറിയാം, 50 കൊല്ലത്തിലധികമാണ് പഞ്ചക്ഷതങ്ങൾ ധരിച്ചുകൊണ്ട് നടന്നത്. അങ്ങനെ ഒരു സെയിന്റ് ലോകത്തിലുണ്ടായിട്ടില്ല ഇതുവരെ. 50 കൊല്ലം യേശുവിൻ്റെ 5 തിരുമുറിവുകൾ 50 വർഷം ശരീരത്തിൽ വഹിച്ച ആളാണ്. അത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തിരുന്ന ആളാണ്. ഒരുപാട് അദ്ദേഹം പറയായിരുന്നു, ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം. ജപമാല ചൊല്ലുന്ന ഒരു സാധാരണ വൈദികനായിട്ട് ജീവിക്കുകയാണ് എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്നതിലും മഹത്വപൂർണമായ കാര്യം. ജപമാല ചൊല്ലിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പുരോഹിതൻ
അതിൽ വലിയൊരു സ്ഥാനം ഇനി മനുഷ്യന് കിട്ടാനില്ല. കാരണം ജപമാല അർപ്പിക്കൽ വിശുദ്ധ പാദ്രിയപ്പിയപ്പിന് ഞാൻ വായിച്ച് കേട്ടേക്കണത് 48 55 ജപമാല ദിവസം ചൊല്ലുമായിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു മിസ്റ്റിക്കൽ പ്രയറായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം യേശുക്രിസ്തു മാത്രമേ അദ്ദേഹം ജീവിതത്തിലുള്ളൂ. അദ്ദേഹത്തിന് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഏക ധ്യാന വിഷയമായി. അദ്ദേഹത്തിൻ്റെ മജ്ജയിലും മാംസത്തിലും അത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. യേശുവുമായി ബന്ധം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പലവിചാരം വരുന്ന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് പണിപ്പെട്ടെന്നറിയോ ആ രഹസ്യത്തിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കുന്നു. കാരണം എന്താ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ. അപ്പം ജപമാലയെല്ലാം ആർക്കേ പറ്റുകയുള്ളൂ? ക്രിസ്തുവ് ജീവിതത്തിൻ്റെ നിധിയാക്കിയവർക്ക് ജപമാലയെല്ലാം പറ്റുകയുള്ളൂ. അവർക്ക് ചൊല്ലും തോറും അവർ ക്രിസ്തുവിന് അനുരൂപരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജപമാലയുടെ ഫലങ്ങളെ പറ്റിക്കൂടെ ഒന്ന് പെട്ടെന്ന് സൂചിപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും അനുസ്മരിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. അപ്പോൾ ഈ ധ്യാനിക്കുന്നതിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ അത് എങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യണം, ധ്യാനിക്കുകയും ചെയ്യണം. ഇത് രണ്ടും കൂടെ വലിയ പാടാന്ന് തോന്നുന്നു നമുക്ക്, അല്ലേ? ശ്രമിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. വലിയ ഇച്ചിരി പ്രയാസമുണ്ട്, പക്ഷേ സാധിക്കും. ഉദാഹരണം പറയാം, നമുക്ക് ഉദാഹരണം എടുക്കാം. എന്താണ്? നമ്മുടെ കർത്താവ് ഈശോ മിശിഹ, എളുപ്പമുള്ളൊരു രഹസ്യമാണ്, ദുഃഖരഹസ്യമാണല്ലോ, അല്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ചമ്മട്ടി അടിയേക്കുന്നത് ധ്യാനിക്കുക. അപ്പോൾ ധ്യാനിച്ചുകൊണ്ട് വേണം 10 പ്രാവശ്യം നന്മ പറഞ്ഞപ്പോൾ ചൊല്ലാനായിട്ട്. എങ്ങനെ ധ്യാനിക്കും? നന്മ നിറഞ്ഞ മറിയമ്മയുടെ ആദ്യ ഭാഗം എന്താ? ഒരു സ്തുതിപ്പല്ലേ? അതെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്തുതിപ്പാണത്. പിന്നെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവൾ, അതൊരു സ്തുതിപ്പാണത്. നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട, അതൊരു സ്തുതിപ്പാണ്. രണ്ടാം ഭാഗമോ ഒരു യാചന പ്രാർത്ഥനയാണ്, അല്ലേ? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അപ്പം നന്മ നിറഞ്ഞ മറിയമ്മയുടെ ഫസ്റ്റ് പാർട്ട് ഒരു സ്തുതിപ്പും സെക്കൻഡ് പാർട്ട് ഒരു യാചനയുമാണ്. ഇവിടെ 2 പേരെ സ്തുതിക്കുന്നുണ്ട്. ആദ്യം സ്തുതിക്കുന്ന ആരെയാ? മാതാവിനെയാണ്. രണ്ടാമത് സ്തുതിക്കുന്ന ആരെയാ? യേശുവിനെയാണ്. എന്തിനാ മാതാവിനെ സ്തുതിക്കുന്നത്? അല്ല, ആദ്യം യേശുവിനെ കാര്യം. എന്തിനാ ഈശോനെ സ്തുതിക്കുന്നത്? ഈശോ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുക. ഈശോ സ്തുതിക്കാൻ എന്തിനാ? എന്താ ഈശോ സ്തുതിക്കാൻ കാരണം? ഈശോ അങ്ങനെ രക്തം വിയർത്ത് അങ്ങനെ പേടി അനുഭവിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. അത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ ഈ ദാരുണമായ പീഡാസഹനം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, നിനക്ക് സ്തുതി, നിനക്ക് താങ്ക്സ്. ഇനി മാതാവിനെ എന്തിനാ സ്തുതിക്കുന്നത്? മാതാവ് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാതാവ് സഹരക്ഷികയാണ്. യേശുവിൻ്റെ മുഴുവൻ പീഡകളിലും മാതാവ് പങ്കുചേർന്നിരിക്കുകയാണ്. മാതാവും സഹിച്ചിരിക്കുകയാണ് ആ പീഡകൾ. ആന്തരികമായി ബാഹ്യമായ സഹനത്തെക്കാളും കഠോരമായ സഹനമാണ് ആന്തരികമായ സഹനം. അതുകൊണ്ട് ദുഃഖരഹസ്യം ധ്യാനിക്കുമ്പോൾ 10 പ്രാവശ്യം മാതാവിനെ പ്രൈസ് ചെയ്യുകയാണ്. എന്തിനാ? പുത്രനോടൊപ്പം പുത്രൻ ചമ്മട്ടികളാൽ തലങ്ങും വിലങ്ങും മർദ്ദിക്കപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച വേദന, മറിയമേ നീ ആന്തരികമായി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ചല്ലോ, നിനക്ക് സ്തുതി. ഒറ്റ വാക്യത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതും ദീപരഹസ്യവുമായി ഗാഢമായി ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. ഇനി പരിശുദ്ധ മറിയമേ ഇല്ലുമ്പോഴോ, യേശുവിൻ്റെ ഈ ചമ്മട്ടി അടിയുടെ ഫലം എന്താ? എൻ്റെ ജീവിത വിശുദ്ധീകരണമാണ്. ഒരുപക്ഷെ ജഡത്തിൻ്റെ മേഖലയിലുള്ള എൻ്റെ ബന്ധനങ്ങൾ നീങ്ങിക്കിട്ടുക എന്നുള്ളതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപിയായ എനിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടോ? അപ്പോൾ ആ നന്മ നിറഞ്ഞു പറയുന്ന പ്രാർത്ഥനയും ആ ദിവ്യരഹസ്യവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്നു. ദിവ്യരഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നന്മ പറഞ്ഞ ചൊല്ലാൻ പറ്റുന്നു. അങ്ങനെ ഓരോ നന്മ പറയുകയും ചൊല്ലുമ്പോൾ പല വിചാരത്തിന് യാതൊരു സ്ഥാനവും അവിടെ ഇല്ല. നമ്മൾ പുതു കയറാതിരിക്കാൻ മെറ്റ് വെച്ചിരിക്കുന്നത് കയറി വരികയില്ല.
Praise the Lord. പലവിചാരം വന്ന് വരാനൊക്കെ നോക്കാം, പക്ഷെ നമുക്ക് സമയം നമ്മൾ തിരക്കല്ലേ, നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ദിവ്യരസം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുക, കാരണം പലവിചാരം തോറ്റുപോക്കളെ. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ? ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോൾ നമ്മൾ ഉണ്ട് നിറഞ്ഞ അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊള്ളാം, അത്രയും മതി. ഈ ജപമാലയുടെ ഫലങ്ങളെ പറ്റി പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ ഫലം, ദൈവത്തെ നേരിട്ട് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ദൈവത്തെ അനുഭവിക്കാൻ നെട്ടോട്ട് ഓടുകയാണ്. ദൈവത്തെപ്പറ്റി ഭൂമിയിൽ വെച്ച് അറിയാൻ കഴിയുന്നതെല്ലാം ജപമാലയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവത്തെപ്പറ്റി അറിയാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നതും മനുഷ്യന് കഴിയുന്നതും മുഴുവൻ ജപമാല ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജപമാല പ്രാർത്ഥിക്കുന്നവൻ ദൈവാനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് വരും. രണ്ടാമത്തെ ഫലം, ഈശോ മിശിഹായുടെ പെസഹാ രഹസ്യങ്ങൾ വഴി അവിടുന്ന് സമ്പാദിച്ച രക്ഷാകര ശക്തി നമുക്ക് തുറന്നു കിട്ടും. ജോൺ പോൾ പാപ്പായുടെ റൊസാരിയും വർജിനിസ് മരിയ എന്ന തിരുവെഴുത്തിൽ അദ്ദേഹം ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കും. ഇങ്ങനെയാണ്: മറിയം വിശ്വാസികൾക്ക് മുമ്പിൽ തൻ്റെ പുത്രൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നു. ആ രഹസ്യങ്ങളുടെ ധ്യാനത്തിലൂടെ അവയുടെ രക്ഷാകര ശക്തി ഓരോരുത്തർക്കും തുറന്നു കിട്ടുന്നു. ഇത് എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നറിയാം. ഒരു ഉദാഹരണം, നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരുപക്ഷെ 10ഓ 500ഓ ടാപ്സ് കാണും. പക്ഷേ ഇത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാ? എല്ലാ കെട്ടിടങ്ങൾക്കും പൊക്കത്തിലുള്ള ഒരു ടാങ്കിലാണ്. ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിലും വെള്ളം കിട്ടണമെങ്കിൽ പൈപ്പ് തിരിക്കണം. ആരൊക്കെ പൈപ്പ് ഇടത്തൊക്കെ തിരിക്കുമോ അവർക്ക് വെള്ളം കിട്ടും. വലത്തോട്ട് തിരിച്ചാലോ ഉള്ള വെള്ളം പോവും. ഇപ്പൊ ടാങ്കി കിടക്കുന്ന വെള്ളം അവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും അത് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ ടാപ്പ് തിരിച്ചേ പറ്റൂ. പരിശുദ്ധ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, ക്രിസ്തു സമ്പാദിച്ച രക്ഷയുടെ മുഴുവൻ ശക്തിയും സംഭരിക്കപ്പെട്ടിട്ടുണ്ട് സഭയാകുന്ന ഭണ്ഡാരത്തിൽ. പക്ഷേ ജപമാല ചൊല്ലുമ്പോൾ അത് നമ്മിലേക്ക് വ്യക്തിപരമായി ഒഴുകും. ജപമാല രണ്ടാമത്തെ ഫലം എന്താണ്? ക്രിസ്തു നേടിത്തന്ന രക്ഷയുടെ ആ ശക്തി നമുക്ക് ഓരോരുത്തർക്കും തുറന്നു കിട്ടും. നമ്മൾ അതിൻ്റെ അവകാശിയായിട്ട് മാറുമെന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഊട്ടുശാലയിൽ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചെന്ന് അത് സ്വീകരിക്കുമ്പോഴേ അത് നമ്മുടെ ആയി മാറുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇരിക്കും. ഈശോ മിശിഹായുടെ ജനനവും ജീവിതവും മരണവും ഉദ്ധാനവും വഴി ലോകത്തുള്ള മുഴുവൻ പേർക്കും വേണ്ട രക്ഷ അവിടെ സമ്പാദിച്ചു കഴിഞ്ഞു. അത് സഭയാകുന്ന ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ജമാല ചെല്ലുമ്പോൾ നമ്മൾ ATM കാർഡിട്ട് പണം എടുക്കുന്ന പോലെയാണ്. ആവശ്യമെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഫലം, സാത്താൻ്റെ മേൽ സുനിശ്ചിതമായി വിജയം വരിക്കാൻ പറ്റും ജപമാലയിൽ. കാരണം ജപമാല ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പ്രവൃത്തിയാണ് പറ്റിയുള്ള ധ്യാനമാണ്. ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പ്രവൃത്തികൾ പൂർത്തിയായപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ സിനിമ പാഷൻ ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തി കുരിശിൽ പൂർത്തിയായപ്പോൾ സാത്താൻ എന്ത് ചെയ്തു? അവൻ താഴെ കിടന്ന് തലയിട്ട് തല്ലി കരയുന്ന കാണാൻ പറ്റും. അവൻ്റെ പരിപാടി തീർന്നു. ജപമാല ചൊല്ലുമ്പോൾ സാത്താൻ്റെ മേൽ നമുക്ക് സുനിശ്ചിതമായ വിജയം കിട്ടും. നാലാമത്തേത്, ജപമാല തിന്മയ്ക്കെതിരെയുള്ള ആയുധമാണ്. നമ്മൾ ഒത്തിരി പേര് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പറ്റി വിഷമിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് എല്ലാ തിന്മകളിൽ നിന്നും മാറി ജീവിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ മാതാവിന് കൊടുത്തിട്ട് വാഗ്ദാനം ഇങ്ങനെയാണ്: നീ വിലപിക്കുന്ന എല്ലാ തിന്മകൾക്കുമുള്ള പ്രതിവിധിയാണ് ജപമാല. അപ്പം അതുകൊണ്ട് ആധ്യാത്മികമായ ആയുധമാണ്, തിന്മയ്ക്കെതിരെയുള്ള ആധ്യാത്മികമായ ആയുധമാണ്. അഞ്ചാമത്തേത്, ഇങ്ങനെ പറയാറുണ്ട്, ജപമാല സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന മൊബൈൽ ഫോണാണ്. ഇപ്പം അമേരിക്കയിലുള്ള ഒരാളുമായിട്ട്
ഒന്ന് കുത്തിയാ ഇപ്പം സംസാരിക്കും. ഇപ്പോഴത്തെ കയ്യിൽ കാണുകയും ചെയ്യാം. വീഡിയോ കോൾ എന്നല്ലേ ഇനി പറയണത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവരെ ഇപ്പം കാണാൻ പറ്റും നമുക്ക്. ജപമാല നേരിട്ട് സ്വർഗസ്ഥനായ പിതാവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ. ആറാമത്തെ ഫലം, ജപമാല നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തും. ഈ വിശ്വാസം എന്ന് പറയുന്നത് വളർന്ന് വലുതായി പുഷ്പിക്കേണ്ട ഒരു ചെടി പോലെയാണ്. അത് വേണ്ടവണ്ണം അതിനെ വളർത്തിയില്ല മുരടിച്ചു പോകും. എത്രയോ പേരെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ആൾക്കാർ. ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു കഷ്ടപ്പാട് വന്നപ്പോൾ, ദുരിതം വന്ന വിശ്വാസം നഷ്ടപ്പെടുത്തിയവരുണ്ട്. ദൈവത്തെ ചീത്ത പറഞ്ഞ് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ അടിക്കടി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും ജപമാല ചൊല്ലുമ്പോൾ. ഏഴാമത്തെ ഫലം ശ്രദ്ധിച്ച് കേട്ടവണ്ണം തെറ്റിദ്ധരിച്ചേക്കരുത്. വിശുദ്ധ കുർബാന അർപ്പണം ഫലവത്താക്കും. ജപമാല ശരിയായ വണ്ണം ധ്യാനിച്ച് പ്രാർത്ഥിച്ച ശേഷം ബലി അർപ്പിക്കുകയാണെങ്കിൽ ആ ബലി ഏറെ ഫലദായകമാണ്. അതിന് വിശുദ്ധ ജോൺ പോൾ പാപ്പ പറഞ്ഞു തരുന്ന കാരണം, അൾത്താരയിൽ പെസഹാ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്നു. അതാണ് കുർബാന. പെസഹാ രഹസ്യങ്ങളുടെ പുനരാവിഷ്കരണം അല്ലെങ്കിൽ അനുഷ്ഠാനമാണ് ദൈവബലിയെങ്കിൽ, അതേ പെസഹാ രഹസ്യങ്ങളുടെ സ്വാംശീകരണമാണ് ജപമാല പ്രാർത്ഥന. യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനത്തിൻ്റെയും ആഘോഷം, പുനരവതരണമാണ് കുർബാനയെങ്കിൽ, അതേ ദിവ്യരഹസ്യങ്ങൾ അതിനു മുമ്പ് ധ്യാനിച്ച് അബ്സോർബ് ചെയ്യുകയാണ് ജപമാല പ്രാർത്ഥന വഴിയായിട്ട്. അതുകൊണ്ട് ജോൺ പാപ്പ പറയും, വിശുദ്ധ കുർബാനയ്ക്ക് ഓടുന്ന ഭക്തിക്ക് എതിരല്ല ഒരിക്കലും, മറിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ജപമാല പ്രാർത്ഥന, ശരിയായ ജപമാല പ്രാർത്ഥന സഹായകമാകും. അടുത്ത ഫലമായി പറഞ്ഞിരിക്കുന്നത് കുടുംബത്തെ രക്ഷിക്കുമെന്നുള്ളത്. സുപ്രസിദ്ധനായ ഫാദർ പേറ്റൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളതാണ്, ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. അപ്പനും അമ്മയും മക്കളും ഏത് കുടുംബത്തിൽ പതിവായി ഒരുമിച്ച് ജപമാല അർപ്പിക്കുന്നോ ആ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കും, ഐക്യം വർദ്ധിക്കും, സമാധാനം വർദ്ധിക്കും, ഐശ്വര്യം വർദ്ധിക്കും, സകല അനുഗ്രഹങ്ങളും ലഭിക്കും. അവിടെ അപ്പനില്ല, അല്ലെ അമ്മയില്ല, അല്ലെ മകനില്ല, മകളില്ല, പേരിന് വേണ്ടി ഒന്നോ രണ്ടോ പേര് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുടുംബം ഛിന്നഭിന്നമായി പോകും. ഒൻപതാമത്തെ ഫലം, ലോകസമാധാനം സാധിക്കും. മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയെടുത്താക്കിയത് എന്തായിരുന്നു? രക്ഷയെ പരിശുദ്ധ മാതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ജപമാല ചൊല്ലുക, അല്ലെങ്കിൽ ആ രാഷ്ട്രം ലോകത്തെ മുഴുവനും നശിപ്പിക്കും അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ട്. പരിശുദ്ധ പിതാവ് മാതാവ് പറഞ്ഞതുപോലെ തന്നെ, കുഞ്ഞുങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ രക്ഷയെ മാതാവിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു. ചില വൻ ജപമാല യജ്ഞങ്ങൾ ഫാത്തിമയിൽ നടത്തി. അതിൻ്റെ ഫലമായി റഷ്യയുടെ സകല രാജ്യങ്ങളെയും ചുട്ടുകരിക്കാൻ അന്നുണ്ടായിരുന്ന അണുശക്തി 25 കൊല്ലം പുറകോട്ട് പോയെന്നാണ് സത്യം. വാളും തോക്കുമെടുത്ത് ആയുധങ്ങളെടുത്ത് യുദ്ധം ചെയ്തതല്ല, ജപമാല ചൊല്ലി തന്നെ റഷ്യയുടെ ഈ സംഹാര ശേഷി കുറച്ചു കളഞ്ഞു. അപ്പോൾ ലോകത്ത് ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന, നമ്മൾ ഇന്ന് പത്രത്തെ കാണുന്നതാണ്, എല്ലാവരും അവരുടെ ആയുധം കൊണ്ട് കൂട്ടിക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക. എവിടെന്നെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ അപ്പം പൊട്ടിക്കും. രാഷ്ട്ര നേതാക്കന്മാരുടെ മനസ്സിനകത്ത് യുദ്ധക്കൊതി ആഴത്തിൽ ഇരിപ്പുണ്ട്. ഒരു സെക്കൻഡ് നേരത്തെ അവരുടെ വിവേകമില്ല തീരുമാനം മതി ഈ ലോകം മുഴുവൻ ഇല്ലാതെ എന്ന് വരും. ജപമാല ചൊല്ലുക ലോകസമാധാനത്തിന് ആവശ്യമാണ്. അവസാനത്തെ ഫലം, ദണ്ഡവിമോചനം ലഭിക്കും. ചിലർക്കത് കേൾക്കും വലിയ ഇഷ്ടമാണ്. എളുപ്പ കച്ചവടമാണല്ലോ, ലാഭക്കച്ചവടമാണല്ലോ. എന്താണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്?
നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകൾക്കും കണക്കുണ്ട്. തിന്മകൾക്ക് അതിൻ്റെതായ സ്വാഭാവിക ശിക്ഷയുമുണ്ട്. ആ ശിക്ഷ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ടെമ്പറൽ പണിഷ്മെൻറ്റ്, രണ്ടാമത്തത് ഇറ്റേണൽ പണിഷ്മെൻറ്റ്. താൽക്കാലികമായ ശിക്ഷയും ശാശ്വതമായ ശിക്ഷയും. താൽക്കാലിക ശിക്ഷ എന്നതാ? നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടത്ര യോഗ്യതയില്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ശുദ്ധീകരിക്കാനായി ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ വിടും. ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയാറുണ്ട്. അവിടെ വെച്ച് നമ്മളെ സ്വർഗത്തിലോട്ട് കയറ്റാൻ തക്കവിധം ശുദ്ധി ചെയ്യുന്നത് വരെ അവിടെ നിർത്തേണ്ടി വരും. ഹല്ലേലൂയ. അപ്പം ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ സാധാരണ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, അവിടെയുള്ള നമ്മുടെ ആ കഴിയേണ്ട കാലത്തിനെ ചുരുക്കിത്തരും ദൈവം. 50 കോടി കൊല്ലാണെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ 10 കൊല്ലമായിട്ട്, അറിയില്ല, തമ്പുരാന് മാത്രം അറിയാവുന്ന രഹസ്യമാണത്. ശുദ്ധീകരണ സ്ഥലത്തെ പ്രശ്നം എന്നറിയോ? അവിടെ ദൈവസാന്നിധ്യം ഒട്ടുമില്ല. അതാ പ്രശ്നം. ഭൂമിയിലാണ് പിന്നെയും ദൈവസാന്നിധ്യത്തിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ അവിടെ ഒട്ടുമില്ല. അതാണ് നരകത്തിനേക്കാളും കഷ്ടമാണെന്നാണ് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ അവസ്ഥ. കാരണം നരകത്തിൽ പോയി എന്തായാലും അവിടെ പോയി അടിയാൻ പോയ ആൾക്കാരാണ്. ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നവർ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒട്ടും അനുഭവിക്കാൻ അവർ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ നരകവാസികളെക്കാൾ കൂടുതൽ നൊമ്പരപ്പെടുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്, വിശുദ്ധർ പറയുന്നത്. അപ്പം ഈ ദണ്ഡവിമോചനം ഉണ്ട്, അത് നമുക്കൊരു പാസ്സാ. ഇളവ് ചെയ്ത് അപ്പോൾ ജപമാല ചൊല്ലും തോറും ഇത് അറിഞ്ഞിരുന്നില്ല കുറച്ചുകൂടെ ചൊല്ലിയേക്കാൻ. കർത്താവ് എങ്ങനെയെങ്കിലും നമുക്ക് ഗ്രേസ് മാർക്ക് തന്ന് വേഗം അവിടെ എത്തിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജപമാല അർപ്പണം വഴിയായി നമുക്ക് സഭയ്ക്ക് അധികം കൊടുത്ത അധികാരമാണ്. ആ പത്രോസിന് കെട്ടാനും അഴിക്കാനും കൊടുത്ത അധികാരത്തിൻ്റെ ഭാഗമാണ് കർത്താവ് നേടിയെടുത്ത രക്ഷ വിതരണം ചെയ്യുന്നതിന് ഉള്ള അധികാരം പോലും സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. കൊള്ളാം. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ഈ വിചിന്തനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ജപമാലയെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മരിയൻ സമർപ്പണത്തെ പറ്റിയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രചരിക്കുന്ന ഒരു മരിയൻ ഭക്തിയാണ്, അല്ലെങ്കിൽ ഒരു ജീവിതശൈലിയാണ് സമർപ്പണം. അതിപ്പോൾ എല്ലാവരും ഞാൻ സമർപ്പണം നടത്തി, എൻ്റെ സമർപ്പണ ദിവസം എന്ന് പറയും. അപ്പോൾ അത് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കറിയാമെങ്കിൽ ചുരുക്കി ഒന്ന് പെട്ടെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. വീണ്ടും ഈ മരിയൻ സമർപ്പണവും ക്രിസ്തു കേന്ദ്രീകൃതമായ അനുഷ്ഠാനമാണ്. ആദ്യം ഓർക്കണം, മരിയൻ സമർപ്പണം മരിയൻ കേന്ദ്രീകൃതമായ ഒന്നല്ല. മരിയൻ സമർപ്പണം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭക്താനുഷ്ഠാനം. പക്ഷേ മറിയം വഴിയാണെന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ആണല്ലോ മരിയൻ പ്രതിഷ്ഠയുടെ ഏറ്റവും ശക്തനായ പ്രചാരകൻ. അദ്ദേഹത്തിന് മുമ്പ് അനേക മാർപ്പാപ്പമാർ ഞങ്ങൾ മറിയത്തിൻ്റെ അടിമയാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരിയൻ സമർപ്പണം ഇന്ന് പ്രചരിക്കുന്ന രീതിയിൽ പ്രചരിക്കുന്ന പ്രധാന കാരണക്കാരൻ ലൂയിസ് ഡി മോൺഫോർട്ട് തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ജ്ഞാനസ്നാന വ്രതങ്ങളോട് വിശ്വസ്തരാകാനാണ് മരിയൻ പ്രതിഷ്ഠ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. മരിയൻ പ്രതിഷ്ഠയുടെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമായി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത്, ജ്ഞാനസ്നാന വ്രതങ്ങളോട് വിശ്വസ്തരാകാൻ നമ്മെ അത് സഹായിക്കുന്നു. എന്താണ് ജ്ഞാനസ്നാന വ്രതങ്ങൾ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, പാപജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സർവസ്വമാക്കുന്ന ജീവിതം. അതാണ് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാമോസായ്ക്ക് വരുമ്പോൾ. പിശാചിനെ ഉപേക്ഷിക്കുന്നോ, പാപത്തെ ഉപേക്ഷിക്കുന്നോ, യേശുവിനെ നിന്റെ സർവസ്വമായി കൈക്കൊള്ളുന്നു. അപ്പോൾ ഇത് ഈ ജ്ഞാനസ്നാനവ്രതം നമ്മൾ മാമോസ മുങ്ങിയ സമയത്ത് നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കളും ജ്ഞാനസ്നാന പിതാക്കളും നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അവർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മരിയൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുകയാണ്,
മരിയൻ പ്രതിഷ്ഠ നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം തന്നെ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി സ്വീകരിച്ച് അവിടുത്തേക്ക് ജീവിതം വിട്ടുകൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മരിയൻ പ്രതിഷ്ഠ എന്താ? ശരിയായ ക്രൈസ്തവ ജീവിതം അതാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തിന് മറിയം വഴി സമർപ്പിക്കണം? നേരിട്ടങ്ങ് സമർപ്പിച്ചാൽ പോരെ? അതിന് സെന്റ് ബർണാഡ് ഉത്തരം തന്നിട്ടുണ്ട്. സെന്റ് ബർണാഡിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: എന്തെങ്കിലും ദൈവത്തിന് സമർപ്പിക്കാൻ വരുമ്പോൾ അത് ആദ്യം പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവിൻ. എന്തെന്നാൽ ഏത് കൈവഴിയിലൂടെ, ചാനൽ ഓഫ് ഗ്രേസ്, ഏത് കൈവഴിയിലൂടെയാണോ കൃപാവരം ഒഴുകി നമ്മുടെ പക്കലെത്തിയത്, അതേ കൈവഴി തന്നെ നിങ്ങൾ സമർപ്പിക്കുന്നവ കൃപാവരങ്ങളുടെ ദാതാവിൻ്റെ പക്കലെത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എല്ലാ കൃപാവരങ്ങളുടെയും പൂർണ്ണത യേശുവാണ്. ആ യേശു നമ്മിലേക്ക് വന്നത് മറിയത്തിലൂടെ ആയതുകൊണ്ട് നമ്മൾ യേശു തിരിച്ചു കൊടുക്കുന്നതെല്ലാം മറിയത്തിലൂടെ തന്നെ യേശുവിൻ്റെ പക്കൽ എത്തുന്നതാണ് പ്രോപ്പർ ചാനൽ. അതാണ് വിശുദ്ധ ബർണാഡിൻ്റെ വാദം. എന്തെങ്കിലും ദൈവത്തിന് സമർപ്പിക്കാൻ നീ ഒരുമ്പെടുമ്പോൾ അതാദ്യം പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തെന്നാൽ ഏത് കൈവഴിയിലൂടെയാണോ കൃപാവരം ഒഴുകി നമ്മുടെ പക്കലെത്തിയത്, അതേ കൈവഴി തന്നെ നിങ്ങൾ സമർപ്പിക്കുന്നവ കൃപാവരങ്ങളുടെ ദാതാവിൻ്റെ പക്കലെത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മരിയൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് 33 ദിവസം അല്ലെ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മരിയൻ പ്രാർത്ഥനയല്ല. പിന്നെയോ അതൊരു ജീവിത ശൈലിയാണ്. മാനസാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണത്. പാപത്തോടും ലോകമോഹങ്ങളോടും ബോധപൂർവവും സ്വതന്ത്ര മനസ്സോടെയും വിട പറഞ്ഞിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തവരുടെ ഔദ്യോഗികമായ ഒരു സമർപ്പണമാണത്. ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരിയൻ പ്രതിഷ്ഠ ശരിക്കും നടത്തുന്നവരെല്ലാം പറയുന്നത് ഭയങ്കര വ്യത്യാസ ജീവിതമെന്നാണ്. ഒരിക്കൽ ചെറുപ്പക്കാരൻ ഇവിടെ അബൈഡിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ അബൈഡിലും മറ്റ് ധ്യാനങ്ങളിലും ധ്യാനത്തിൻ്റെ അവസാനം 33 ദിവസത്തെ ആധ്യാത്മിക ഒരുക്കത്തിന് ശേഷം മരിയൻ പ്രതിഷ്ഠ നടത്തണം. അത് ധ്യാനത്തിൻ്റെ സെക്കൻഡ് പാർട്ട് തന്നെയാണെന്ന രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ അതിനുള്ള പുസ്തകവും ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ചെറുപ്പക്കാരൻ അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത അബൈഡ് ഇവിടെ നടക്കുമ്പോൾ, അതൊരു വലിയ അബൈഡാണെന്നാണ് എൻ്റെ വിചാരം. ആ പ്രദേശത്തെല്ലാം ഒരു സ്ഥലവും ഇല്ല നിൽക്കാനും പറയാനും പ്രാർത്ഥിക്കാനും. അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ഈ ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ 8 മണിക്കൂർ യാത്ര ചെയ്ത ആഴ്ച വന്നിരിക്കുന്നത്. എന്തിനാ വന്നത്? മരിയൻ പ്രതിഷ്ഠാ ദിവസമാണ് ഇന്ന്, ബ്ലെസ്സിങ് മേടിക്കാൻ വന്നതാണ്. ഇത്രയും ദൂരേന്നോ? അപ്പോൾ അവിടെ ഇങ്ങനെ സ്ഥലമില്ലാത്ത ഞാൻ വിളിച്ചുകൊണ്ട് പോയി. നമ്മുടെ ആ ജീവരക്ഷയുടെ അടുത്തുള്ള കൊച്ചി ചാപ്പലല്ലേ, അവിടെ കൊണ്ടുപോയി അവിടെ ഇരുത്തി അവനൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം അതിനു മുമ്പ് ഞാനിങ്ങനെ ചോദിച്ചു, എന്തുണ്ട് ഫലം നടത്തിയിട്ട്? മരിയൻ പ്രതിഷ്ഠ ഞെട്ടിപ്പിക്കുന്നൊരു വാക്കവൻ പറഞ്ഞു, ഇനി മേലാ ഒരിക്കലും പാപം ചെയ്യാൻ പറ്റിയാലെന്ന്. ഓ, ഇത്ര വലിയ ബോംബാണോ ഇത്? ഇനി മേല ഒരിക്കലും പാപത്ത് ജീവിക്കാൻ പറ്റുകയല്ലോ എനിക്ക്. രണ്ടാമത്തെ ഫലം കൂടെ അവൻ പറയും. അവൻ ഒരു സൂപ്പർ ക്വാളിഫൈഡ് പയ്യനാണ്. അവൻ്റെ ഡിഗ്രിയൊക്കെ എനിക്ക് പറഞ്ഞാൽ ഓർക്കാൻ പോലും അതുപോലെ ഉണ്ട്. അവൻ പറഞ്ഞ്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായ ജോലിക്ക് വേണ്ടി കഴിഞ്ഞ 10 കൊല്ലമായി ഞാൻ ശ്രമിക്കാച്ചു, ഒരിക്കലും കിട്ടില്ല. ഈ പ്രതിഷ്ഠ പൂർത്തിയായതിൻ്റെ തലേന്ന് എനിക്ക് അർഹമായതിനേക്കാൾ വലിയ ഒരു ജോലി ദൈവം തന്നെ അനുഗ്രഹിച്ചു. അപ്പം മരിയൻ പ്രതിഷ്ഠ നമ്മൾ ശരിയായി നടത്തുമ്പോൾ നമ്മുടെ ജീവിതം സമഗ്രമായി ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം കീഴിലായി. കാരണം നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്തല്ല,
അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തല്ലോ. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതം മാത്രമല്ല, സമസ്ത മേഖലകളും കർത്താവ് ഉത്തരവാദിത്വ ബോധത്തോടെ ഏറ്റെടുത്ത് സൂപ്പറായിട്ടെല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ ഡ്രൈവിങ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ? ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന കാലത്ത് ഹൈവേയിലോട്ട് വണ്ടി പതുക്കെ കയറ്റിക്കൊണ്ട് ചെല്ലുമ്പോൾ അപ്പുറം കുറേ വണ്ടിയെല്ലാം അരച്ച് വരുമ്പോൾ നമ്മളിരുന്ന് വിറയ്ക്കും. എന്നാ ചെയ്യുമെന്നറിയാം, കൺഫ്യൂഷൻ എന്ത് ചെയ്യും? ഇപ്പുറത്ത് ഇരിപ്പുണ്ട്, സാറ് ഇരിപ്പുണ്ട്, സാറ് പിടിച്ചങ്ങോട്ട് മേടിച്ചെടുക്കും സ്റ്റിയറിങ്. പിന്നെ ഒറ്റ വീഡിയോയിൽ അപ്പം നമുക്ക് സമാധാനമായി. ഓ, രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് നയിച്ചു നോക്കിയിട്ട് ഒന്നും ഒത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ജീവിതം കർത്താവിന് തീരെഴുതി കൊടുക്കണം. തീരെഴുതി കൊടുക്കണം. അങ്ങനെ തീരെഴുതി കൊടുത്താൽ കർത്താവ് വന്ന് നമ്മുടെ പറമ്പിൽ അധികാരം സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലത്ത് ഈ പറമ്പൊക്കെ വിൽക്കുമ്പം മേടിച്ചവൻ വന്ന് ആ തെങ്ങിൻ്റെ മണ്ടയെ കൊണ്ട് ചുറ്റി കീട്ടി കെട്ടും. ഞാൻ മേടിച്ച സ്ഥലമായത് എന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനും നിയന്ത്രണം ഏറ്റെടുക്കും. അപ്പം അതുകൊണ്ട് മരിയൻ പ്രതിഷ്ഠ നടത്തുന്നത് വെറുതെ ഒരു ചടങ്ങ് പോലെ, ഞാൻ ഇത്ര പ്രാവശ്യം നടത്തുന്നത് അഭിമാനിക്കാൻ വേണ്ടി നടത്തരുത്. മറിച്ച് അത് ശരിക്കും നമ്മുടെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ അത് വളരെ ഏകദേശം 30 പ്രാവശ്യം മറ്റുമൊക്കെ നടത്തിയവരെ പറ്റി ചിലരെ പറ്റി എനിക്കറിയാം. 30 പ്രാവശ്യം, ഇപ്പോൾ 30 കഴിഞ്ഞാണ്. അതായത് നിർത്തുന്നില്ല. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ധ്യാനം കൂടി അന്ന് മുതൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുക. സൗകര്യം പറഞ്ഞിങ്ങനെയാണ്, ഓരോ പ്രാവശ്യവും പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ ഞാൻ ദൈവവുമായി കൂടുതൽ അടുക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ തന്നെ ചിന്തിക്കുന്നതിലധികമായി മാറ്റപ്പെടുന്നു, രൂപാന്തരപ്പെടുന്നു. അപ്പം മരിയൻ പ്രതിഷ്ഠ നമുക്ക് മാതാവിനോടുള്ള വാസ്തവത്തിൽ മരിയൻ പ്രതിഷ്ഠ ഞാൻ ക്രിസ്തു കേന്ദ്രീയമാണെന്ന് പറഞ്ഞെങ്കിലും മാതാവിനുള്ള സ്ഥാനം ഒട്ടും കുറച്ച് ഉണ്ടാക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് തന്നെ മരിയൻ പ്രതിഷ്ഠ എന്നാണ്. എന്ന് വെച്ചാൽ മാതാവുമായിട്ടാണ് നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നത് ഇവിടെ. എന്നിട്ട് മാതാവ് നമ്മൾ കൊടുക്കുന്ന ആ കുറവുകളും പോരായ്മകളും ഉള്ള ആ കാഴ്ച വസ്തു ആയ നമ്മുടെ ജീവിതം മാതാവ് കയ്യിലെടുത്ത് റെഡിയാക്കി ഭംഗിയാക്കി ഈശോയ്ക്ക് പ്രസൻറ്റ് ചെയ്യണമല്ലോ. പ്രസൻറ്റബിളാക്കി മാറ്റും ഈശോയ്ക്ക്. അപ്പോൾ മാതാവ് കൊണ്ട് കൊടുക്കുന്നത് പിന്നെ ഈശോയ്ക്ക് ഒന്നും പറയാനില്ല, എന്നാൽ അങ്ങനെ ആട്ടെ മേടിച്ചോടെ വയ്ക്കും. അതാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരം ആണ് മരിയൻ പ്രതിഷ്ഠ നടത്തേണ്ടത്. പല പുതിയ മരിയൻ പ്രതിഷ്ഠാ രീതികളും ഇറങ്ങുന്നുണ്ട്. പുതുമ കൊണ്ട് മാത്രം അതിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ മരിയൻ പ്രതിഷ്ഠയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ 12 ദിവസങ്ങൾ ലോക അരൂപിയുടെ വിട പറയാനായി കഠിന പ്രയത്നം ചെയ്യണം. ലോകാരൂപിയിൽ നിന്ന് ദൈവിക മേഖലയിലേക്കുള്ള പൂർണ്ണമായ പിന്മാറ്റമാണ് മരിയൻ പ്രതിഷ്ഠ. അതുകൊണ്ട് ലോകാരൂപി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏതെങ്കിലും തരത്തിലുള്ള പാവവുമായിട്ടുള്ള ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ള പാവവുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കണം. അല്ലാതെ മരിയൻ പ്രതിഷ്ഠ നടത്തുന്നത് വിരോധാഭാസമാണ്. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരില്ലേ, നമ്മൾ ബലഹീനരാണ്, ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പോയേക്കാം. പക്ഷേ നമുക്കൊരു ഉറച്ച തീരുമാനം വേണം. എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഇന്ന 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 തിന്മകൾ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന്. അതിന് ലൂയിസ് ഡി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന 12 ദിവസങ്ങൾ പരിശ്രമിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നല്ലൊരു കഠിനാധ്വാനം തന്നെ ചെയ്യണം. അതിനുശേഷം പിന്നത്തെ 7 ദിവസങ്ങൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് പാപമല്ല, പക്ഷെ ബലഹീനതകൾ. ഒരു കാര്യം പാപമാകും, ചിലത് പാപമാകില്ല, പക്ഷെ അത് ബലഹീനത, അതും കുഴപ്പമാണ്. ഈ പാപം ചെയ്യുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ബലഹീനത. പാപത്തിലുള്ള ചായ്വാണത്. അതുകൊണ്ട് ലൂയിസ് ഡി മോൺഫോർട്ട് പറയും, 2ാം ഘട്ടത്തിൽ 7 ദിവസം കഴിഞ്ഞകാല പാപജീവിതം മൂലം നിന്നിൽ വേര് പിടിച്ചിരിക്കുന്ന ബലഹീനത ഓരോന്ന് സ്കാൻ ചെയ്ത് കണ്ടെത്തി അവയും കൂടെ വേരോടെ പിഴുതെറിയാനുള്ള പരിശ്രമം നടത്തണം.
അപ്പോൾ നല്ലൊരു കഠിന അധ്വാനം ആവശ്യമുള്ള ഒരു സ്പിരിച്വൽ എക്സർസൈസ് ആണെന്ന് അർത്ഥം. വെറുതെ പുസ്തകം വായിച്ച് പോയാൽ പോരാ. ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ എന്താ? അപ്പോൾ പാപം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത് ഉപേക്ഷിക്കാനും ശ്രമം 12 ദിവസം. പിന്നെ 7 ദിവസം അതിൻ്റെ എല്ലാം അടിക്കിടക്കുന്ന ബലഹീനത കണ്ടെത്താനുള്ള പരിശ്രമം. അത്രയായപ്പോഴേക്കും നമുക്ക് മനസ്സിലായി നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അടിയന്തരമായ സഹായം വേണം. അതുകൊണ്ട് മൂന്നാമത്തെ ആ ഘട്ടത്തിൽ ലൂയിസ് ഡി മോൺഫോർട്ട് പറയും, നീ മാതാവിലേക്ക് തിരിയ്. അതുകൊണ്ട് മൂന്നാമത്തെ ഘട്ടം 7 ദിവസമാണ്. ആ 7 ദിവസവും മാതാവിനെ പറ്റി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്പോൾ മനസ്സിലാകും പാപത്തിലേക്കും ബലഹീനതകളിലേക്കും വീണ് പോകുന്ന എന്നെ മാതാവ് കോരി എടുത്ത് രക്ഷിക്കും. അപ്പോൾ പിന്നെ മാതാവിനോടൊരു അറ്റാച്ച്മെൻ്റ് ആകും. മൂന്നാം ഘട്ടത്തിൽ മാതാവിനോടൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് നമ്മൾ വരണം. നാലാം ഘട്ടം തീർച്ചയായിട്ടും മാതാവ് എന്ത് ചെയ്യും? നമ്മളെ കർത്താവിന് കൊടുക്കും. അതുകൊണ്ട് നാലാം ഘട്ടത്തിൽ 7 ദിവസം നമ്മൾ യേശുവിനെ പറ്റി തന്നെ ധ്യാനിക്കണം. യേശുവിൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അവൻ നൽകുന്ന രക്ഷ, അവൻ തരുന്ന മോചനം, അവൻ്റെ വിടുതലിൻ്റെ പ്രത്യേകത എല്ലാം ധ്യാനിക്കും. അപ്പം അങ്ങനെ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞ ആ ക്രമപ്രകാരം നമ്മൾ ചിട്ടയോടുകൂടി മരിയൻ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങി നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കും. ഒരു സമർപ്പണം കൊണ്ട് നമ്മളെല്ലാവരും ഒരിക്കലും പൂർണ്ണരാവുകയില്ല. അതറിയാവുന്ന നമ്മൾ വീണ്ടും 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 പരിശ്രമിക്കുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പ്രഭാത കൃത്യങ്ങൾക്ക് മുമ്പ് പോലും ചെയ്തിരുന്നത് കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തി നിന്ന് മരിയൻ പ്രതിഷ്ഠ ഓരോ പ്രഭാതത്തിൽ നവീകരിക്കുക എന്നുള്ളത്. ഓരോ പ്രഭാതത്തിലും മാത്രം പോരാ, ഓരോ നിമിഷത്തിലും നവീകരിക്കേണ്ട ഒന്നാണ് മരിയൻ പ്രതിഷ്ഠ. ഒറ്റ വാക്കിൽ, അല്ലാതെ നീണ്ട പ്രാർത്ഥന ചൊല്ലണമെന്നല്ല പറഞ്ഞതിനർത്ഥം. എന്താണ് ആശയം? എൻ്റെ ഇഷ്ടങ്ങളോടും എൻ്റെ സ്വാർത്ഥതയോടും ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാം, കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കിക്കൊള്ളാം. എൻ്റെ ജീവിതം സെൽഫ് സെൻറ്റേർഡാണ് സ്വാഭാവികമായി, എന്നെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അത് മാറ്റണം. എൻ്റെ ജീവിതം ദൈവകേന്ദ്രീകൃതമാക്കിക്കൊള്ളാം. ഇതാണ് മരിയൻ പ്രതിഷ്ഠയുടെ കാതൽ. ഇതാണ് മരിയൻ പ്രതിഷ്ഠ. എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എന്നെ തന്നെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം ഞാൻ ഇനി നയിക്കുകയില്ല, ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം നയിച്ചോളാം. വലിയൊരു ഷിഫ്റ്റാണ് അവിടെ നടക്കുന്നത്. The self-centered life is transformed into God-centered life. എൻ്റെ സുഖം, എൻ്റെ നേട്ടം, എൻ്റെ ഇഷ്ടം, എൻ്റെ അഭിപ്രായം, എൻ്റെ പ്രശസ്തി, എൻ്റെ പേര്, എന്നെ എല്ലാവരും വണങ്ങണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, ഇങ്ങനെയൊക്കെതായ സ്വാർത്ഥത മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ദൈവം ദൈവം ദൈവം. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആ ഒറ്റ വാക്ക്, മൈ ഗോഡ് മൈ ഓൾ, എൻ്റെ ദൈവമേ എൻ്റെ സമസ്തവും. അപ്പോൾ ഇത് നമ്മൾ ജീവിതം മുഴുവനും കൊണ്ട് ജീവിച്ച് വേണം മരിയൻ പ്രതിഷ്ഠ ശരിക്കും യാഥാർത്ഥ്യമാക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 2 ഭക്താനുഷ്ഠാനങ്ങളെ പറ്റിയും നമുക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിച്ചതാണ്. നമുക്ക് എല്ലാവർക്കും ജപമാല വഴിയും മരിയൻ പ്രതിഷ്ഠയുടെ നവീകരണം വഴിയും നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൂടുതൽ പ്രീതികരമാക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 8 ദിവസങ്ങളിലും ഈ സായാഹ്ന മരിയൻ ധ്യാനത്തിൽ ഏറെ പേര് പങ്കെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം വളരെ ഇഷ്ടപ്പെടുന്നു, വളരെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ വേണ്ട കൃപാവരങ്ങളും ദൈവം തരുന്നുണ്ട്. നമുക്കിതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇവ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ.